നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു മാങ്കോ വെച്ചാണ്. പക്ഷേ മാങ്കോ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മാങ്കോ നമ്മുടെ കയ്യിലില്ല. നമ്മളിത് ചെയ്യാൻ പോകുന്നത് മാങ്കോ തെര വെച്ചിട്ടാണ്. തെരയെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത മാങ്ങ പഞ്ചസാരയുമായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പഞ്ചസാര ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെയിലത്ത് വെച്ച് കുറേശ്ശെ വെയിലത്ത് വെച്ച് ഉണക്കി ഓരോ ലെയറുകളായിട്ട് വെച്ച് ഉണക്കി തയ്യാറാക്കുന്ന സാധനമാണ്. ഇത് കുറേ നാളിങ്ങനെ കേടാകാതെ ഇരിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ നമ്മളൊരു ഫെസ്റ്റിന് പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചാണ്. ഇതുപോലത്തെ ഒരു പാത്രത്തിനടുത്ത് വാങ്ങിച്ചാണ്. 50 രൂപ 50 100 രൂപയായിരുന്നു കേട്ടോ. നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും മിച്ചമുണ്ട്. അപ്പോൾ ഞാനത് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം ഫ്രഷായിട്ട് മാങ്കോ പഴുത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണേ. ഇതിപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ തിരക്കകത്ത് നല്ല മധുരമുണ്ട് പഞ്ചസാരയുടെ. എന്നാലും ഈ കുറച്ച് പാലൊഴിക്കും. അന്നേരം ആ പാലിൻ്റെ അതിന് വേണ്ടിയുള്ള പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ, ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. അപ്പം അത് തണുപ്പില്ല, തിളപ്പിച്ചാൽ. അപ്പം നമുക്ക് 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം അപ്പോൾ മറ്റേ നമ്മൾ മാങ്ങ ഫ്രഷായിട്ട് അടിക്കുന്നുള്ള അത്രയും കുറുക്കൽ കിട്ടത്തില്ല. കുറച്ച് കട്ടി പിടിച്ച സാധനമല്ലേ. പക്ഷേ നല്ല ഫ്ലേവറുണ്ട്. ഞാൻ ഇച്ചിരി കുടിച്ച് നോക്കി, നല്ല ഫ്ലേവറുണ്ട്. ഇത് കിട്ടുവാണെങ്കിൽ നമുക്കിപ്പം മാങ്ങ ചെത്തി വിനുക്കി അതൊന്നും ചെയ്തേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിട്ട് ഒരു ചെറിയൊരു കുറുകൽ പോലെ ഉണ്ട് കേട്ടോ. നന്നായിട്ടങ്ങ് അടിച്ചാൽ മതി. പക്ഷെ ഫ്രഷ് മാങ്ങ തന്നെയാണത്. പ്രിസർവേറ്റീവ് ഒന്നും അങ്ങനെയൊന്നും ചേർത്തൊന്നും അല്ലത്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല മണവും ഉണ്ട്. നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ ആ കറക്റ്റ് നമ്മൾ ഫ്രഷ് മാങ്ങ അടിച്ച് കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ആ തിര കൊണ്ട് ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചാൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇച്ചിരി ഒരു അണ്ടിപ്പരിപ്പും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഫെസ്റ്റുകളിലൊക്കെ പോകുമ്പോഴത് കണ്ടിട്ടുള്ളൂ കൂടുതലും കേട്ടോ. ഈ തിരയെന്ന് തന്നെ പറയുന്നത്, മാങ്കോ തിര. അപ്പോൾ നിങ്ങൾ കൈ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പെട്ടെന്ന് കയറി ആരെങ്കിലും വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ ഇത് ഉപയോഗിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.